അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വളകാപ്പ് ഫങ്ഷനാണിന്ന്. അപ്പോൾ അങ്ങോട്ട് പോകണം. നമ്മളെ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ റെഡി ആയിരിക്കുന്നത്. കണ്ടു, ഇതാണ് ഗായ്സ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഈ ടോപ്പ് ഞാൻ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചത്. ബാക്കി ഒരുക്കിയിട്ട് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തിരിക്കുക ഒരുങ്ങിയിട്ട് 9 മണിക്കാണ് വളകാപ്പ്. ഇനി എന്തിനാണ് പോകുന്നത് എനിക്കറിഞ്ഞൂടാ. എവിടെ പോയാണേലും ഇങ്ങനെ തന്നെ. 9 മണി പറഞ്ഞാൽ 9:30, 10 മണി പറഞ്ഞാൽ 10:30 പോകും. ഫുൾ ലേറ്റാണ്. എല്ലാവരും പറയുന്നത് ഞാനാണ് ലേറ്റ് കമ്മറെന്ന്. ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും ഒരുങ്ങി റെഡി ആയിട്ട് ഫുൾ ഗെറ്റപ്പിലിരിക്കുകയാണ്. ആര് വരും ആര് കാണും. ഞാൻ എത്ര നേരം ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ കാതോർത്തിരിക്കുക, എവിടെ ആര് വരെ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ നേരത്തെ പോലെ ഇനി വരുമ്പോൾ എന്നെ കുറ്റം പറയും, ഞാൻ ലേറ്റായത്. ഇതെനിക്ക് കാണിച്ചു കൊടുക്കുന്നത് തെളിവുകളാണ് ഗൈസ്. ഹായ് പറ. വളിപ്പ് കിട്ടത്തിൽ നേരാട്ടിയ സഹിക്കും. ചളിയടിക്കും തള്ള. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായിട്ട് തന്നെ കുറേ നേരമായി. അങ്ങനെ അവിടെ നമ്മുടെ മോം ടു ബിയുടെ വളകാപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എന്താ വീഡിയോഗ്രാഫറൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ഞങ്ങളങ്ങനെ ഒരു സൈഡ് പിടിച്ചിരിക്കുകയാണ്. പിന്നെ അവരവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ, ആരാദ്യം പോകണം, ആരാദ്യം കയറി മേളിൽ പോയി. നമ്മൾ കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളെല്ലാവരും അങ്ങ് പോകാമെന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ അവിടുത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അവരിറങ്ങുമ്പോൾ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാനൊക്കെ ഇട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് ഒരു വയലുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോകുന്നൊരു പ്ലാൻ ഉണ്ട്. ഞങ്ങളതേ കയറി. ഒരു മിനിറ്റ് രണ്ടൊരു ഒരുമിച്ച് ആദ്യം ഒരാൾ കൊടുത്തു അത് വളയെ കൊടുത്ത് രണ്ട് കയ്യിലും രണ്ട് സൈഡിലും ഡ്രസ്സ് എന്ത് ചെയ്യാ? ക്യൂട്ട്നെസ് ആണോ? ഡ്രസ്സ് എന്ത് ചെയ്യാ? ക്യൂട്ട്നെസ് ആണോ? നമ്മുടെ ആ വീടിൻ്റെ തൊട്ട് പുറകെ തന്നെയായിട്ടൊരു വയലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ആ വയലിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തോടുണ്ട് കേട്ടോ. അങ്ങനെ തോട്ടിൽ വലിയ ആഴമൊന്നുമില്ല. പിന്നെ അവിടെ പാലത്തിൻ്റെ പണി നടന്നുണ്ട്. അങ്ങനെ നല്ല രസമാണ് മൊത്തത്തിൽ കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ള സ്ഥലം. അങ്ങനെ നമ്മൾ അവിടെ പോയി. എനിക്ക് ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ അപ്പുറത്തൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഇച്ചിരി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ, ഇവിടെ ഇറങ്ങാൻ പാടാം. അങ്ങനെ ഇവരിവിടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്തുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അവസാനം ഞാൻ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാനൊരു പ്ലാനുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഭയങ്കര വെയിലും ഉണ്ട് കേട്ടോ. ഒരു ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലും ഉണ്ട്. അങ്ങനെ ഈ ഭാഗത്തിച്ചിരി വെള്ളത്തിന് ആഴം കുറവായതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഗായത്രി ചേച്ചിയുണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ തോടിൻ്റെ കരയ്ക്ക് പോയി നിൽക്കുക. ഇറങ്ങണം. ഡ്രസ്സ് നനയുന്നുള്ളതുകൊണ്ട് ഇറങ്ങി. പക്ഷേ എന്തായാലും നല്ല രസമാണ്. തണുപ്പായിട്ടുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് തോട്ടിലിറങ്ങുമ്പോൾ നല്ല സുഖം. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ച് പിന്നെ ചൂട് സഹിക്കാൻ വയ്യ. പിന്നെ വെള്ളമായോണ്ട് ഞങ്ങൾ പോവുകയാണ്. ടാറ്റ പറഞ്ഞ പ്രസ്. ഇനി നമുക്ക് വണ്ടി കയറിയിട്ട്
Hello guys. ചൂട് സഹിക്കാൻ വയ്യ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ വളകാപ്പിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.